ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതിനകത്ത് MTSൻ്റെ സിലബസും എലിജിബിലിറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഇംഗ്ലീഷിൻ്റെയും ജനറൽ അവയർനെസ്സിൻ്റെയും ഇമ്പോർട്ടൻസ് MTS എക്സാമിൽ എത്രത്തോളമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ ജനറൽ സ്റ്റഡീസിൻ്റെ നമുക്ക് പറ്റുന്ന മാക്സിമം PYQs ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ജനറൽ സ്റ്റഡീസിൻ്റെ. അപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത് സ്റ്റാറ്റിക് GKക്കാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് സ്പോർട്സ്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് അതിൻ്റെ പറ്റുന്ന റിലേറ്റഡ് ഫാക്ട്സും കൂടെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്. കാരണം അതായിരിക്കും ചിലപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസിൽ അടുത്ത ഇയറിലെ എക്സാമിനൊക്കെ ചോദിക്കാൻ പോകുന്നത്. ഫേസ് 12ൻ്റെ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് നടന്ന ഫേസ് 12 എക്സാമിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതാണ് ചാൻസ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ദെൻ വെൻ ആൻഡ് വെയർ വാസ് ദി വിംബിൾട്ടൺ ടൂർണമെൻറ്റ് ഹെൽഡ്? അപ്പോൾ വിംബിൾട്ടൺ ടൂർണമെൻറ്റ് നടന്നത് 1877 വെർപ്പിൾ റോഡ് സൈഡ് വിംബിൾട്ടൺ. അപ്പോൾ ഇതിൻ്റെ മറ്റ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഡേറ്റും സ്ഥലവും ഒക്കെ തിരിച്ച് ആണ് ചോദിച്ചിരുന്നത്. അതിൽ ഇതാണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ഈ വിംബിൾട്ടൺ ടൂർണമെൻറ്റ് എന്താണെന്ന് അറിയണം. അതായത് 4 മോസ്റ്റ് പ്രസ്റ്റീജിയസ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് ഇവൻറ്റ്സ് ഇൻ പ്രൊഫഷണൽ ടെന്നീസ്. അപ്പോൾ 4 പ്രധാനപ്പെട്ട ഇവൻറ്റ്സാണുള്ളത്. ഓസ്ട്രേലിയൻ ഓപ്പൺ 1905, US ഓപ്പൺ 1881. ഇത് രണ്ടും ഹാർഡ് കോർട്ടിലാണ് നടക്കുന്നത്. ഫ്രഞ്ച് ഓപ്പൺ 1891. ഇത് റൊണാൾഡ് ഗാരോസ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഇത് ക്ലേ കോർട്ടിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഏത് കൺട്രിയിലാണ് വിംബിൾട്ടൺ നടക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഇംഗ്ലണ്ടാണ്. ദെൻ ഏത് ബാളാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സ്ലെസഞ്ചർ ടെന്നീസ് ബാളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എപ്പോഴാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ എല്ലാ വർഷവും നടക്കും. ജൂലൈയിലെ ആദ്യത്തെ 2 ആഴ്ചയാണ് ഇത് നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ വിംബിൾട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാസ് കോർട്ടിൽ നടക്കുന്ന ഒരേ ഒരു ഗ്രാൻഡ് ടൂർണമെൻറ്റാണ് ഈ വിംബിൾട്ടൺ ടൂർണമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ലൊരു ചോദ്യമാണ്. അത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. വിംബിൾട്ടൺ ഈസ് ഫേമസ് ആസ് ദി ഓൺലി ഗ്രാൻഡ് ടൂർണമെൻറ്റ് സ്റ്റിൽ പ്ലേ ഇൻ ഗ്രാസ് കോർട്ട്സ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി നെയിം ഓഫ് സൈക്ലിംഗ് ട്രാക്ക്? ഇത്രയും ഓപ്ഷൻസ് തന്നിട്ടുള്ളതിൽ സൈക്ലിംഗ് ട്രാക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള വെലോഡ്രോമാണ് സൈക്കിൾ ട്രാക്ക്. അപ്പോൾ വെലോഡ്രോമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിച്ചാലോ. വെലോഡ്രോം ഇത് സ്പെഷ്യലി ഡിസൈൻഡ് ട്രാക്ക് യൂസ്ഡ് ടു കോമ്പറ്റേറ്റീവ് സൈക്ലിംഗ് ഇവൻറ്റ്സ്. അപ്പോൾ ഇത് ഫോട്ടോ മുകളിൽ കാണിച്ചിരിക്കുന്ന ഫോട്ടോ ആ സൈക്ലിംഗ് ട്രാക്കിൻ്റെയാണ്. നമുക്ക് മനസ്സിൽ നിൽക്കാൻ വേണ്ടിയാണ് ഞാനൊരു ഫോട്ടോയും കൂടെ ആഡ് ചെയ്തത്. ഇതിൻ്റെ ഷേപ്പ് ശ്രദ്ധിച്ചാൽ അറിയാം, ഓവൽ ഷേപ്പാണ്. ഈ ട്രാക്കിന് ഓവൽ ഷേപ്പാണ്. എയറോഡ്രോം, നെക്സ്റ്റ് ഓപ്ഷനിലുള്ള എയറോഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലൊക്കേഷനാണ്. അതൊരു എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ഒരു ലൊക്കേഷനാണ്. ദെൻ ആസ്ട്രോട്രഫ് എന്താണ്? ആസ്ട്രോട്രഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ബ്രാൻഡ് നെയിമാണ്. ഇത്രയും പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദി ഇവൻറ്റ്സ് ഡിഡ് ഇന്ത്യ ഗെറ്റ് ഫസ്റ്റ് ഒളിമ്പിക്സ് മെഡൽ? ഫസ്റ്റ് ഒളിമ്പിക്സ് മെഡൽ ഏത് ഇനത്തിനാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ അത് ഷൂട്ടിംഗ് ആണ്. ദെൻ ആർക്കാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഭിനന്ദ് ബിന്ദ്രയ്ക്കാണ്. ഈ തോക്കുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഞാൻ അതിനകത്ത് ആഡ് ചെയ്തത് നമുക്ക് ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അഭിനന്ദ് ബിന്ദ്രയ്ക്കാണ് ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് ഇൻഡിവിജ്വൽ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ കിട്ടുന്നത് അഭിനവ് ബിന്ദ്രയ്ക്കാണ്. ഏതു വർഷം? 2008. ഏത് ഒളിമ്പിക്സ്? ബീജിംഗ് ഒളിമ്പിക്സിലാണ്. മെൻസ് 10 മീറ്റർ എയർ റിഫിൾ ഇവൻറ്റിലാണ് ആർക്ക് കിട്ടിയത്? അഭിനന്ദ് ബിന്ദ്രയ്ക്ക് ഗോൾഡ് മെഡൽ കിട്ടിയത്. അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഗോൾഡ് മെഡൽ കിട്ടുന്ന ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1928. അത് ഏതാണ്? ആംസ്റ്റർഡാം ഒളിമ്പിക്സ് മെൻസ് ഹോക്കി ആണ് ആദ്യമായിട്ട് ഇന്ത്യക്ക് ഗോൾഡ് മെഡൽ കിട്ടുന്നത് 1928. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഇന്ത്യസ് ഫസ്റ്റ് ഒളിമ്പിക്സ് മെഡൽ ഏതാണ്? സിൽവറാണ് ഇന്ത്യയുടെ ഫസ്റ്റ് ഒളിമ്പിക് മെഡൽ എന്ന് പറയുന്നത്. അത് ആർക്കാണ് കിട്ടുന്നത്? നോർമൻ പ്രിച്ചാർഡിനാണ്. 1900 പാരീസ് ഒളിമ്പിക്സിലാണ്.
അപ്പം നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ പഠിക്കാം. ഇന്ത്യാസ് ഫസ്റ്റ് ഇൻഡിവിജ്വൽ ഒളിമ്പിക് മെഡൽ. ആർക്കാണ് ഫസ്റ്റ് ഇൻഡിവിജ്വൽ ഒളിമ്പിക് മെഡൽ കിട്ടുന്നത്? KD ജാദവിനാണ്. അത് ഏത് മെഡലാണ്? ബ്രോൺസ് മെഡലാണ്. അത് റെസ്ലിങ്ങിനാണ്. 1952 ഹെൽസിങ്കി ഒളിമ്പിക്സിലാണ്. അപ്പോൾ ഇതിൽ ഓരോ പോയിൻറ്റ്സുകളും നിങ്ങൾ എടുത്ത് പഠിക്കുക. അത് റിപ്പീറ്റായിട്ട് ചോദിക്കാനുള്ള സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ്. അപ്പോൾ അടുത്ത ഒരു പോയിന്റിലോട്ടും കൂടെ പോവാം. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ഗെറ്റ് ഒളിമ്പിക്സ് മെഡൽ ആർക്കാണ്? കർണം മല്ലേശ്വരിക്കാണ് ഫസ്റ്റ് ഇന്ത്യൻ വുമണിന് ഒരു ഒളിമ്പിക്സ് മെഡൽ കിട്ടുന്നത്. കർണം മല്ലേശ്വരിക്കാണ്. അത് ഏത് വർഷം? 2000 പഠിക്കാൻ എളുപ്പമുണ്ടല്ലേ. 2000 കർണം മല്ലേശ്വരിക്ക് ഒളിമ്പിക്സ് മെഡൽ കിട്ടുന്നത്. അത് ഏത് മെഡലാണ്? ബ്രോൺസ് മെഡലാണ്. അപ്പോൾ ഇത്രയും ഫാക്ട്സുകൾ നമ്മളിപ്പം ഒരു ക്വസ്റ്റ്യനാണ് പഠിച്ചതെങ്കിൽ അതിനകത്ത് എത്ര പോയിൻറ്റ്സ് അഡീഷണൽ പഠിച്ചു അതെല്ലാം കറക്റ്റായിട്ട് പഠിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് മെൻസ് കബഡി കോർട്ട് എന്നാണ് ചോദിക്കുന്നത്. കബഡി കോർട്ടിൻ്റെ ലെങ്ത് ആണ് ചോദിക്കുന്നത്. 13 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ കബഡി കോർട്ടിൻ്റെ മെഷർ എങ്ങനെയാണ് വരുന്നത്? 13 × 10 മീറ്റേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ അതാർക്കാ? മെൻസിനാണ്. മെൻസിന്. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ കറക്റ്റ് വായിക്കുക. മെൻസിൻ്റെ കബഡി കോർട്ടിൻ്റെ ലെങ്താണ് ചോദിക്കുന്നത്. 13 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ ഫുൾ മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ 13 × 10 മീറ്റേഴ്സ് ആണ്. പക്ഷേ വുമൺ വരുമ്പോൾ അതൊരു കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. 12 × 8 മീറ്റേഴ്സ് ആണ്. അപ്പോൾ വുമൻസിൻ്റെയും മെൻസിൻ്റെയും സെപ്പറേറ്റ് പഠിക്കുക. ദെൻ നെക്സ്റ്റ് ഒരു പോയിൻറ്റ് അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് ആണ് ചോദിക്കുന്നത്. 7 പ്ലെയേഴ്സ് ഈച്ച് സൈഡിൽ നിന്ന് കളിക്കുന്ന ഒരു ഗെയിമാണ് കബഡി എന്ന് പറയുന്നത്. അതിൻ്റെ ടൈമും പറയുന്നുണ്ട്. 40 മിനിറ്റ്സ് ആണ് അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇടയ്ക്കൊരു 5 മിനിറ്റ് ബ്രേക്കും കൂടെ വരുന്നുണ്ട്. അപ്പോൾ 20 മിനിറ്റ്സ്, 5 മിനിറ്റ്സ് ബ്രേക്ക്, ദെൻ 20 മിനിറ്റ്സ്. അങ്ങനെയാണ് ആ ഒരു ടൈം ഡ്യൂറേഷൻ പോകുന്നത്. അപ്പോൾ അഡീഷണൽ ഒരു ക്വസ്റ്റ്യനും കൂടെ പഠിക്കാം. ഫാദർ ഓഫ് കബഡി ആരാണ്? ഫാദർ ഓഫ് കബഡി ഹർജീത് ബ്രാർ ഭജാഖാന. ഇതാണ്. പ്രൊണൗൺസിയേഷൻ ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം അതാണ് ഫാദർ ഓഫ് കബഡി. The next question, how many chances does a high jumper get for overcoming a certain height? 3 chances ആണ് ഒരു ഹൈ ജമ്പറിന് കിട്ടുന്നത്. അതിൻ്റെ കുറച്ച് കീ ഫാക്ട്സ് പഠിച്ചാലോ? ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇവൻറ്റ്. ഇതൊരു ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇവൻ്റ് ആണ് ഈ ഹൈ ജമ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ ഹൊറിസോണ്ടൽ റോഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്. ആ നടുക്ക് വയ്ക്കുന്ന ഹൊറിസോണ്ടൽ ബാറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ടേംസ് പഠിക്കാൻ ഇത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്രോച്ച്, ടേക്ക് ഓഫ്, ദെൻ ഫ്ലൈറ്റ്, ലാൻഡിങ്. ഇതെല്ലാം എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഹൈ ജമ്പുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഇതൊക്കെയാണ് പിന്നെ ഒരു പോയിൻറ്റും കൂടെ പഠിക്കാം. ഹൈയസ്റ്റ് ഹൈ ജമ്പ് ഇൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈ ജമ്പ് ഏതാണ്? 2.29 മീറ്റർ ആണ്. അതായത് 7 feet 6 inches ആണ്. അത് ആർക്കാ കിട്ടുന്നത്? തേജസ്വിൻ ശങ്കറിന് 2008 കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ ഹൈറ്റിൽ ചാടിയിട്ടുള്ളതിൻ്റെ റെക്കോർഡ് കിട്ടിയിരിക്കുന്നത് ഇന്ത്യയിൽ ആർക്കാണ്? തേജസ്വിൻ ശങ്കറിനാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ്